ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ദൈവം സഹായിച്ച നല്ല വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ ആദ്യമായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കേട്ട സന്ദേശങ്ങളും പാട്ടും പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് അല്പസമയം ദൈവവചനത്തിൽ കടക്കുന്നവരുമൊക്കെ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്ന് കർത്താവെ ആഴ്ചപ്പെട്ട ഒന്നാം നാൾ രണ്ടാമത്തെ സർവീസിന് വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിതാവേ, വാത്സല്യമായ ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വന്നത് കർത്താവെ മനുഷ്യനെ കാണാനല്ല, ഞങ്ങൾ വന്നത് തമ്മിൽ കർത്താവെ ആരെയും കാണാനല്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ വന്നു കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാനും അങ്ങനെ സ്നേഹം പങ്കിടുവാനും ഒക്കെ ഞങ്ങൾ വന്നിരിക്കുന്നു. പിതാവെ, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദൈവം തന്നെ ക്ഷമിക്കണമപ്പ, ദൈവം തന്നെ ക്ഷമിക്കണമേ കർത്താവെ. ഒരപ്പന്റെ മക്കളാണ് കർത്താവെ, ഞങ്ങൾ വന്നത് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനാണ് കർത്താവെ. ഞങ്ങളെ തന്നെ താഴ്ത്തി ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കേൾക്കാൻ പോണ വചനത്തിനായി സ്തോത്രം. നാവിനോട് ഇടപെടുമാറാകണമേ, നിന്റെ ഹൃദയത്തോട് ഇടപെടുമാറാകണമേ. മാനുഷ്യമായി ഒന്നും കേൾക്കാൻ അനുവദിക്കല്ലേ കർത്താവേ. പരിശുദ്ധാത്മാവ് നിറയ്ക്കണം, സഹായിക്കണം, ദൈവകൃപയിൽ മറയ്ക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾക്കിട സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം 9-10. യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. നമ്മളെല്ലാരും വന്നത് ദൈവത്തിന്റെ സന്ദേശം ഒന്ന് കേൾക്കാൻ കൊതിച്ചവരല്ലേ? ദൈവവചനം കേൾക്കാൻ കൊതിച്ചു വന്നവരാണ് ഇവിടെ ഇരിക്കുന്നവല്ലേ. ആരും പറയുന്ന വചനത്തെ തമ്മിൽ പോലും വാദിക്കാതെ, ആരും തമ്മിൽ പോലും നോട്ട് ചെയ്യാതെ, സ്തോത്രം, ആ വചനത്തിന്റെ ആ കാര്യങ്ങളെ അത് കേട്ടനുസരിച്ചു ദൈവ ഇഷ്ടപ്രകാരം ചെയ്താൽ അനുഗ്രഹം ദൈവം തരും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ വന്ന് ദൈവത്തിന്റെ വചനം കേൾപ്പിൻ. എന്റെ 10-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കേൾക്കുന്ന മാത്രമല്ല, ജീവനുള്ള ദൈവം നിങ്ങൾ അടുക്കലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിളിച്ച ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും ആ പ്രതികൂലത്തെ നീക്കി മാറ്റിയിട്ട്, സ്തോത്രം, ആ ദൈവം നമ്മുടെ അടുക്കൽ ഉള്ളപ്പോൾ നമുക്കൊരു പ്രതിഫലം, ഒരു പ്രയാസമില്ല. ഹല്ലേലൂയ. ഒരു കഷ്ടപ്പാടും വരികയില്ല, ഒരു ദുരിതവും വരികയില്ല, ഒരു നിരാശയും വരികയില്ല. പക്ഷെ ദൈവം നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 11-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കും മക്കളെ. എബ്രായർ 6:11 കൂടാതെ വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാണ്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ ദൈവം ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. സ്തോത്രം. നമ്മൾ വന്നത്, സ്തോത്രം, സാധാരണ ഇവിടെ ഒരു സുരേഷ് ഭാഷ നടത്തിയ സഭയിലല്ല വന്നത്. ഇവിടെ ഒരു ആലയമാണ്, ദൈവത്തിന്റെ ആലയം. ഈ ആലയത്തിൽ നമ്മൾ ഒന്ന് കൂടിയിരിക്കുക, ദൈവത്തെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. അവിടെയാണ് വന്നിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സന്ദേശം വിളമ്പാൻ ദൈവം തന്റെ ദാസന്മാരെ ഇവിടെ അയക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വരുന്ന ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ചില വ്യക്തികൾക്ക് പ്രതിഫലവുമായിട്ട് കർത്താവ് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കാൻ ദൈവം വന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചോ. 5:6. ആമോസിന്റെ പുസ്തകം 5:6. സ്തോത്രം. 5:6 മറ്റേത് വായിക്കും മക്കളെ. ആമോസ് 5:6. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അടുത്ത വാക്യം പറയുന്നത് ദൈവത്തെ, യഹോവയെ, എന്ത് പറയുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ യഹോവയെ അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. മത്തായി 7-ാം അധ്യായം 7 പറയുന്നത് യാചിപ്പിൻ എന്നാൽ കിട്ടും, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടും? നന്മ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു നന്മ ഉണ്ട്. ഹല്ലേലൂയ. ആ നന്മ നിങ്ങൾക്ക് നാശമല്ല. സങ്കീർത്തനം 9-ാം അധ്യായം 18 പറയുന്നത്
സ്വതന്ത്രം. സാധുക്കളെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആ പ്രതിഫലത്തെ ആർക്കും തടയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പൊ സാധുക്കളെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. ഭംഗം വരാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യം 23-ാം അധ്യായം മക്കളെ 18-ാം വാക്യം വായിച്ചു നോക്കും. 23-ന്റെ 18-ാം വാക്യം. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രതിഫലം തരാനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിളിച്ച ദൈവത്തിന് മുമ്പിൽ സ്വന്തം ദൈവത്തെ ഭയന്ന് ദൈവത്തിന്റെ കരങ്ങൾ വരുമ്പോൾ ദൈവം നിങ്ങളെ പരിപാലിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടിയത് തരുവാൻ ഒരു പ്രതിഫലമായിട്ട് കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 35 വായിക്കാം മക്കളെ. ഞാൻ പറഞ്ഞിടാം. 7:37 പറയുന്നത്, സ്വതന്ത്രം എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകുന്നു. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൽ ഒരു പ്രത്യേകമായ നദി ഒഴുകാൻ പോകുന്നു. നീ ദൈവത്തെ വിശ്വസിച്ചാൽ ഒരു പ്രതിഫലമുണ്ട്. അത് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയല്ല. ഇപ്പോൾ നീ വിശ്വസിച്ചപ്പോൾ ഒരു നദി പുറപ്പെടുന്നു. ഹല്ലേലൂയ. ദാഹിച്ചു വലഞ്ഞു നീ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ദാഹജലം കർത്താവ് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നീ ഭാരപ്പെട്ടു പോകേണ്ട. നീ ആരുടെ അടുക്കൽ വന്നിരിക്കുന്നത്? കർത്താവ് യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. നിന്നെ കർത്താവ് വെറുതെ വിടുകയല്ല. മത്തായി എഴുതിയ സുവിശേഷം 18:20 പറയുന്നത്, 2-3 പേർ കൂടെ നടുവിൽ ഞാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങൾ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഇന്നത്തെ ആരാധന സമയത്ത് യേശു നിങ്ങൾ അടുക്കൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭാരപ്പെട്ടു പോകേണ്ട, നിരാശപ്പെട്ടു പോകേണ്ട. സ്വതന്ത്രം എന്നെ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. 118 സങ്കീർത്തനം 8-ാം വാക്യം പറഞ്ഞു, മനുഷ്യനെ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭു ദൈവത്തിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കാം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന്. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കുന്നത്? ദൈവത്തെ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, നമ്മൾ ദൈവത്തെ മാത്രമേ വിളിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:13 പറയുന്നത്, എന്നെ വിട്ട് ഉപേക്ഷിക്കുന്നവനെ ഞാൻ മണ്ണിൽ എഴുതി വെക്കുന്നുണ്ട്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളടുത്ത് പറയട്ടെ, ഒരു സന്ദേശമായി പറയട്ടെ, ദൈവത്തെ ആരും ഉപേക്ഷിക്കല്ലേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നിനക്ക് വേണ്ടി ഒരു നന്മ തന്ന ദൈവത്തെ നീ ഉപേക്ഷിക്കല്ലേ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രതിഫലമായി തരുന്ന ഒരു ദൈവത്തെ നീ അന്വേഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറന്നു കളയരുത്. സ്തോത്രം. നിന്റെ ഭാഗത്ത് എത്ര തിന്മ ഉണ്ടെങ്കിലും നീ ദൈവത്തെ മറന്നു കളയരുത്. എന്റെ യേശുവിന്റെ അടുക്കലുണ്ട്. സ്തോത്രം. നിന്നെ സ്നേഹിക്കാൻ എന്റെ കർത്താവിന്റെ അടുക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. മക്കളെ സദൃശവാക്യം 17-ാം വാക്യം വായിക്കും മക്കളെ. 17 അവിടെ പറയുന്ന സ്നേഹിതനെല്ലാം ഹല്ലേലൂയ. ഒരു അനർത്ഥകാലം സംഭവിക്കുമ്പോൾ ഒരു സ്നേഹിതൻ അടുക്കൽ വരും. ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ അടുക്കൽ വന്നുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അത് ആരെന്നറിയാമോ? യേശുവിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13 വാക്യം പറയുന്നത്, ഒരമ്മ നിന്നെ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. നിങ്ങളെ ഹൃദയം സന്തോഷിക്കാൻ പോകുന്നു. സന്തോഷമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നന്മ പ്രാപിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാതിലും നിങ്ങൾ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ആ യേശുവപ്പൻ നിങ്ങളെ ഒന്ന് തൊടാൻ പോകുന്നു. നിങ്ങൾ അടുക്കൽ ഇറങ്ങി വരാൻ പോകുന്നു. ഈ ദൈവത്തിന് മുഖവശമില്ല. ഈ ദൈവത്തിന് മുഖവശമില്ല. ഈ ദൈവത്തിന് മുഖവശമില്ല. കഴിഞ്ഞ ദിവസം വാത്സല്യ പിതാവ് തമ്പാനൂർ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ആ പിതാവിനെ നട കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അന്തിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, നടക്കുന്ന ഫ്രീഡ് കാണുമ്പോൾ പേടിച്ചു പോകരുത്. അങ്ങൾ അത്രയും ഫ്രീഡിൽ നടക്കും. ഞാൻ മിനിഞ്ഞാന്ന് കണ്ടപ്പോൾ അങ്ങൾ പറയാണ്, ബിജുമോനെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ആഹാരം കഴിച്ചപ്പോൾ എന്നെ അറിയാതെ ഒരു വിഷവായു എന്നെ കയറി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അപ്പൊ ഞാൻ പറയട്ടെ അങ്ങളെ, ദൈവം നിങ്ങളെ സ്തോത്രം തൊടാൻ പോകുന്നു. ഇന്ന് ഈ ആരാധന സമയത്ത് അങ്ങളെ കൊണ്ടുവന്നത് കർത്താവാ. ഹല്ലേലൂയ. ഈ ആരാധന സമയത്ത് അങ്ങളെ കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങൾക്ക് ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സന്ദേശം കേൾക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങളെ സന്തോഷിക്കാൻ ഒരു വചനം പറഞ്ഞുകൊണ്ട് അങ്ങളെ ധൈര്യപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം സ്തോത്രം വായിക്കുക. 145-ാം അധ്യായം 15-ാം വാക്യം. 145-ന്റെ 15-ാം വാക്യം.
സ്വതന്ത്രം, നിങ്ങൾക്ക് സന്തോഷം വേണ്ടേ? സ്വതന്ത്രം. കണ്ണ് നിന്നെ നോക്കി കാത്തിരുന്നു. നീ താമസ സമയത്ത് തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കും. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തും. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവും ആകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ അവരെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സത്യമായി ദൈവം നിങ്ങൾ അടുക്കലുണ്ട്. സംഗീതകാരൻ പറയുന്ന 50-15 പറയുന്നത്, സ്വന്തം കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ ഒരു നന്മയുമായി വരാൻ പോകുന്നു. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഒന്നുകൂടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കാര്യങ്ങളെ മാൻപേട തുല്യം പോലെ നിന്നെ പൊക്കി നടത്താൻ പോകുന്നു. എന്റെ ദൈവമാണ്, നടത്താൻ കഴിവുള്ള ദൈവമാണ്. ഇന്നലെ ട്രാക്ടറുമായി പോകാൻ സമയത്ത് വലിയൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കൈ മൊത്തം തളർന്നു, ശമ്പിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു പോകണമോ വേല ചെയ്യണമോ ആലോചിച്ച് വീട്ടിൽ പോകാതിരുന്നപ്പം നീ പോകുമോനെ എന്ന് പറഞ്ഞു. ഇന്ന് സന്തോഷമായി നിങ്ങൾ അടുക്കൽ വരാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്തോത്രം. അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരെ കുറിച്ചൊരു വചനം പറയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്, സ്തോത്രം, നന്മ ചെയ്യുന്നവൻ, നല്ല വാക്ക് പറയുന്നവൻ, ആശ്വാസവാക്ക് പറയുന്ന വ്യക്തിയെ ജീവനിലേക്ക് തിരിക്കാൻ പോകുന്ന കർത്താവ്. ഹല്ലേലൂയ. നാശത്തിന്റെ, മരണത്തിന്റെ, സ്തോത്രം, ഹല്ലേലൂയ, നാശത്തിൽ വഴി പോകാനിരുന്ന നിന്നെ വഴിതിരിക്കുന്നതിന് ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ സ്വർഗത്തിലേക്ക് വഴിതിരിക്കുന്നു. എങ്ങനെയാ? രാജാവിന്റെ ദൈവത്തിന്റെ നീർനോട് പോലെ ഇരിക്കുന്നു. ദൈവം തന്നെ ഇഷ്ടമുള്ള ആ വാക്യം അറിയാമോ? സദൃശവാക്യം 21-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ ഹൃദയം, രാജാവിന്റെ ഹൃദയം തണുപ്പിക്കുന്ന ദൈവമുണ്ട്. രാജാവിന്റെ ദൈവത്തിന്റെ കൈ നീർനോട് ഇരിക്കുന്നു. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വഴക്കാൻ നിങ്ങൾ ആരും വന്നതല്ല, നിങ്ങൾ ആരും വരാൻ സമ്മതമുള്ളവരല്ല. നിങ്ങളെ കൊണ്ടുവന്ന ഒരു യേശുവുണ്ട്. സ്തോത്രം. നിങ്ങളെ കൊണ്ടിവിടെ കൂടി ഇരുത്തിയ ഒരു യേശുവനുണ്ട്. നിങ്ങൾ വന്നതല്ല, കാലുകളെ മാൻപേടെ തുല്യം പോലെ ദൈവം നിങ്ങളെ കൊണ്ട് ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, സ്തോത്രം, അങ്ങനെ ഇനിയൊരു വാക്യം കൂടെ വിലപ്പെടാൻ പോകുന്നു. സ്തോത്രം. സദൃശവാക്യം 24-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാൻ 7 വട്ടം എന്നാലും അവൻ എഴുന്നേൽക്കും. നീ എത്ര വട്ടം വീട്ടിയാലും ഞങ്ങളെ ദൈവം കരം പിടിച്ച് എഴുന്നേൽക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ വീഴാൻ സമ്മതിച്ചാൽ ദൈവം താങ്ങി എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിന്നെ വീഴ്ത്താനുള്ളതല്ല, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു കർത്താവ്. ചില പ്രതിഫലം തരാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാപ്രവചനം 60-ാം അധ്യായം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒന്ന് പ്രകാശം വരാൻ പോകുന്നു. സദൃശവാക്യം, സ്തോത്രം, സ്തോത്രം 13:9 പറയുന്നു, നീതിമാന് പ്രകാശം ഉണ്ടാകുന്നു. സ്തോത്രം. നീതിമാനെങ്കിൽ തൊടാൻ പറ്റുകയല്ല. യെരമ്യാപ്രവാചകന്റെ പുസ്തകം 12:14, എന്റെ ജനമായ ഇസ്രായേലിനെ കൊടുത്തിരിക്കുന്ന ചില അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരെയും എന്റെ എല്ലാ അയൽക്കാരനെ കുറിച്ചു യഹോവ ദൂത് പറയാണ്, ഞാൻ അവരെ ദേശത്തിൽ പാറ്റിക്കളയാൻ പോകുന്നു, പറിച്ചു കളയാൻ പോകുന്നു. അത് രോഗമായിരിക്കട്ടെ, സ്വന്തം ചില കേസുകളായിരിക്കട്ടെ, ചില കടഭാരമായിരിക്കട്ടെ, എല്ലാത്തിനും മേലും വാഴുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. അടുത്ത ഒരു തെളിവോട് ആവർത്തന പുസ്തകം 1:17. ഞാനിവിടെ 17 വായിക്കുന്നില്ല. ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഇവിടെ ആരൊക്കെ എന്ത് പറഞ്ഞാൽ എന്റെ മേൽ വസിക്കുന്ന ഒരു ദൈവ കൃപ. ഒരു വചനം ആയെന്നോ എന്നറിയാതെ സ്തോത്രം പറയുവാൻ ദൈവം തന്നെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പറയും നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം, ചിലപ്പോൾ രോഗം വന്ന പ്രയാസമായിരിക്കും, ചിലപ്പോൾ നിരാശകളുണ്ടാകും, ചിലപ്പോൾ ഒറ്റപ്പെടാനിടയാകും. പക്ഷേ നിങ്ങളെ വിളിച്ചവർ ഒറ്റയില്ല, നിങ്ങളെ കൂടെ വരുവാനുള്ള മനുഷ്യൻ. ആവർത്തനം 1:17 കുറിച്ച് വെച്ചോ. നിനക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ അതിനെ തീർത്തിടാൻ പോകുന്നു. ഒരു പക്ഷേ കടഭാരമെങ്കിൽ അത് മാറ്റാൻ പോകുന്നു, ഒരു പക്ഷേ രോഗമാണെങ്കിൽ അതിനെ അകറ്റാൻ പോകുന്നു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 10-ാം വാക്യം പറയുമ്പോൾ എങ്ങനെയാണ്, മോശ തനിച്ചു പാർക്കുകയാണ്. ആരാലും ബന്ധമില്ല, ആരാലും ആശ്രയമില്ല, എല്ലാരും വിട്ടുപോയി. പക്ഷെ മോശ തനിച്ചു പാർക്കുമ്പോൾ എന്റെ യേശു എന്ന് പറഞ്ഞ സ്വർഗ്ഗം ഇറങ്ങി വന്നതായിരിക്കും. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അവിടെ ഇരിക്കാതെ ഇറങ്ങി വന്ന് മോശയോട് അഭിമുഖമായി സംസാരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മകനെ, ഞാൻ നിന്നെ അടുത്തെറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നിങ്ങളെ അടുത്തെറിഞ്ഞിരിക്കുന്നു. നിങ്ങളെ കർത്താവ് ഇപ്പോൾ ഒന്നും വിടുകയില്ല. സോദരൻ, കർത്താവിനെ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ പോകുന്നു. യെശയ്യാപ്രവചന പുസ്തകം 43:13, ഞാൻ പ്രവർത്തിക്കും, ആർക്ക് തടുക്കാൻ കഴിയും? സോദരൻ, ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ? ദൈവ മക്കൾക്ക് വേണ്ടി. ദൈവം തൊടാൻ പോകുന്നു.
ആർക്ക് വേണ്ടിയാ? രോഗത്തെ മാറ്റാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ചില പൈശാചൻ ഓടാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം ഹല്ലേലൂയ 68 സംഗീതം 1 വാക്യം പറഞ്ഞു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചെതറി ഓടുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സദൃശ്യമായി 22:1 പറഞ്ഞു, ആരും ഓട്ടിക്കാത്ത ചുട്ടൻ ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എഴുന്നേൽക്കാൻ സമയം കൊടുക്കണം. ഇന്ന് പകൽക്കാലം നിങ്ങൾ അകത്തിരിക്കുന്ന ദൈവത്തിന് അല്പ സാവകാശം കൊടുക്കണം, അല്പ സമയം കൊടുക്കണം. കാര്യങ്ങളെ കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നു. ഭാരപ്പെടേണ്ട, യേശു നമ്മുടെ സൈഡാ. ഹല്ലേലൂയ, യേശു നമ്മുടെ സൈഡാ. യേശു നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. റോമർ 8-ാം അധ്യായം പറയുന്നത് 33, 34, 35 പറയുന്നത്, ദൈവം നീതീകരിച്ചവരെ കുറ്റം വിധിക്കാൻ ആരും. ഹല്ലേലൂയ, ദൈവം നീതീകരിച്ച് വെച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 1:3-6 യഹോവ നീതിമാന്റെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ വചനം അറിയാലോ. സങ്കീർത്തനം 147:15 എന്റെ വചനം അതിവേഗത്തിൽ ഓടാൻ പോകുന്നു. നീ ഇരിക്കുന്നിടത്ത് കർത്താവിന്റെ വചനം അതിവേഗത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു കർത്താവ്. പുറപ്പാട് 14:14 മോശേ നീ അല്പം മിണ്ടാതിരി, ഞാൻ യുദ്ധം ചെയ്തിട്ട്. ഹല്ലേലൂയ, നീ മാറുന്നില്ല. നീ ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് വാദിക്കാൻ പോകുന്നു. എന്റെ മക്കൾക്ക് വേണ്ടി വാദിപ്പാൻ കഴിവുള്ള, വിധിക്കാൻ കഴിവുള്ള ഒരു സ്വർഗമുണ്ട്. അത് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു. യോബിന്റെ പുസ്തകം 19:20 പറയാണ്, എന്നെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 14:19 പറഞ്ഞ്, സ്വതന്ത്രം ഞാൻ ജീവിക്കുന്നത് നിങ്ങളും ജീവിക്കും. 18 പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥരെ വിടുകയില്ല. ഹല്ലേലൂയ, നീ ആർക്കും അടിമയില്ല. നീ ദൈവത്തിന്റെ സന്ദേശം കേൾപ്പാനും അത് പറയുവാനും നിന്നെ കർത്താവ് ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1:5 പറയുന്നത്, നിന്റെ ജീവകാലം ഒക്കെയും ഓരോ മനുഷ്യനെ നിൽക്കുകയല്ല. തുമ്പ് നിൽക്കൂലെന്ന് പലരും കൂലിയിൽ നിൽക്കുന്നത്, തുമ്പ് നിൽക്കാൻ പറ്റൂലെന്ന്. നീ ആരെന്നറിയാവോ? ദൈവത്തിന്റെ ദാസനാണ്. നീ ആരെന്നറിയാവോ? ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നവനാണ്. നിന്നെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയല്ല. സക്കീറിയ പ്രവാചക പുസ്തകം 2:5 പറഞ്ഞത്, ഞാൻ നിനക്ക് ചുറ്റും തീ മുതലായിരിക്കുന്നത്, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിനെ തൊട്ടേക്ക, സ്വർഗ്ഗത്തിലെ ദൈവം തൊട്ട വിവരം പ്രാപിക്കും. ഈ ദൈവത്തിന്റെ വചനം നിന്റെ അടുക്കൽ സമീപമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ എന്റെ പുസ്തകം 23:29 എന്റെ വചനം തീ പോലെയും പാറയെ തകർന്ന ചുറ്റൽ പോലെയും ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമലിക്കുന്ന ചില പാറകളെ തകർക്കുന്ന ദൈവത്തിന്റെ ചുറ്റൽ. ആർക്കാ? നമുക്കുള്ള കൈവർക്ക് പറ, എന്റെ ദൈവമാ, എന്റെ ദൈവമാ, എന്റെ ദൈവമാ. സങ്കീർത്തനം ആ വാക്യമാണ്, സങ്കീർത്തനം 48:14 ഈ ദൈവമോ എന്നും എന്റെ ദൈവമാകുന്നു, അവൻ എന്റെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്, വഴിയുള്ള ദൈവമാണ്. സങ്കീർത്തനം 84:11 നേരെ നടക്കുന്നവർക്ക് അവർ നന്മയ്ക്കും മുടക്കമില്ല. നേരെ കെട്ടുപോയാലാണ് ചില തിന്മകൾ ഭവിക്കുന്നത്. ഹല്ലേലൂയ, ചില ദോഷങ്ങളൊന്നും ഭവിക്കുന്നത്. കാര്യം എന്തറിയോ? തിന്മ ചെയ്യരുത്, നന്മ ചെയ്യാൻ പഠിക്കുക. ഇന്ന് പകൽക്കാലം നിനക്കൊരു നന്മ കൊണ്ട് അത് ഭാഗിച്ചു കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നിന്റെ ഭവനം നിറയാൻ പോകുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48:18 എന്റെ സമാധാനം നദി പോലെ നിറയാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റുകയല്ല. യേശുവിന്റെ മകനാ ഇവിടെ ഇരിക്കുന്ന, യേശുവിന്റെ മക്കളാ. ആർക്കും യേശു പറയാൻ തൊടാൻ പറ്റുകയല്ല. എന്റെ പൊന്നങ്ങളെ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, നിങ്ങളെ കൂടപ്പുറപ്പിനെ പോലെ തൊടാൻ പറ്റുകയല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടില് സ്വതന്ത്രം എന്റെ അമ്മയുടെ സഹോദരി വീട്ടിൽ കയറി എന്തെടുക്കാൻ വന്നു. ദൂതൻ ഓട്ടിച്ചു. സ്വതന്ത്രം വീട്ടിൽ കയറി എന്തെടുക്കാൻ പോകുമ്പോൾ ദൂതനെ കണ്ടവരെ പേടിച്ചു പോയി. സ്വതന്ത്രം സങ്കീർത്തനം 34:7 പറഞ്ഞ് പെട്ടെന്ന് ദൂതൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. എന്റെ ജനത്തിന് ചുറ്റും പാളയം വരെ പിടിച്ചു. ദൂതനെ കണ്ടപ്പോൾ ചിലർ പേടിച്ചു പോകും. ഹല്ലേലൂയ. എന്റെ സ്വന്തം ആന്റിയാണ് വീട്ടിലെന്തോ എടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ ആരും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ എടുക്കാൻ പോയ സമയത്ത് എന്നറിയോ? ദൂതൻ വെട്ടിവിട്ടു. പക്ഷെ ആന്റി പേടിച്ചു, ഇതിന് വീട്ടിൽ വരുന്നില്ല. സ്വതന്ത്രം നിന്റെ വീട് മൊത്തം കാവലാണ്, ദൈവത്തിന്റെ കാവലാണ്. നിന്നെ ആർക്കും ഒന്നും തൊടാൻ പറ്റുകയല്ല. സ്വതന്ത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളെ ഹൃദയത്തെ തണുപ്പിക്കാൻ പോകുന്നു, നിങ്ങളെ ഹൃദയത്തെ തൊടാൻ പോകുന്നു. സങ്കീർത്തനം 19:7 യഹോവയുടെ ന്യായപ്രമാണം വേഗമുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു.
ഇവിടെ ആഞ്ഞാൽ നേരെയുള്ളത് അത് കണ്ണുകൾക്ക് പ്രകാശം. ഉൽപ്പത്തി 21-ാം അധ്യായം ആകെ വെള്ളമില്ലാതെ മരുഭൂമിയിൽ അലയുന്നത് കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. വെള്ളമില്ലാതെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റാതെ ആകരെ അലയുമ്പോൾ ആകരെ കാണുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. ആകരെ നീ ഭാരപ്പെട്ടു പോകണ്ട, നിനക്ക് വെള്ളം തരാൻ യേശു ഉണ്ട്. ഹല്ലേലൂയ. യേശു ഇറങ്ങി വന്ന് അവളെ കണ്ണ് വിട്ടു. ഇന്ന് വരെയും കാണാൻ കഴിയാത്ത ഉറവ ദൈവം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിനക്ക് എന്ത് നഷ്ടമാ, അത് തിരിച്ചു തരുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നീ ഭാരപ്പെട്ടു പോകണ്ട. 2 ദിനവൃത്താന്ത പുസ്തകം 29:36 കാര്യം ക്ഷണത്തിൽ നടത്തുന്നു. ഭാരപ്പെടണ്ട, ഭാരപ്പെട്ടു പോകണ്ട. സ്വോത്രം സ്വോത്രം. പത്രോസ് പറയാണ്, വെള്ളിയും പോലെ എന്റെ ഭാഗത്തില്ല, ഒന്ന് നിനക്ക് തരാൻ പോകുന്നു. സ്വോത്രം. അപ്പോസ്തലൻ പ്രവൃത്തി 3-ാം അധ്യായമാണ് പറയുന്നത്, ഒന്ന് ഞാൻ നിനക്ക് തരാൻ പോകുന്നു. എന്ത്? നസ്രായക്കാരനെ യേശുവിനെ ഒന്ന് കൊണ്ടുപോകും. ഹല്ലേലൂയ. കൈ പിടിച്ച് പൊട്ടിയപ്പോൾ അവന്റെ നരയാണികൾ ഉറച്ചെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലൊക്കെ സങ്കീർത്തനം 108:1 പറയുന്നത്, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. സദൃശങ്ങൾ 1:23, എന്റെ ശാസ്ത്രിക്ക് തിരിഞ്ഞു വാ, ഞാൻ ശാസിക്കുമ്പോ തിരിഞ്ഞു വാ, എന്റെ മനസ്സ് നിനക്ക് കുറച്ചു ഒഴിച്ചു. ഹല്ലേലൂയ. ഇത്രയും നല്ല ദൈവത്തെ ആർക്ക് കിട്ടുന്നത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും ദൈവം സംസാരിച്ചത്. നിങ്ങളെ ഹൃദയത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത്രയും സംസാരിച്ചത്. ആരെന്നറിയാൻ വിളിച്ചവൻ? സ്വന്തം വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. അധികം പാടാറിഞ്ഞു. സ്വന്തം. ഹല്ലേലൂയ. അപ്പൊ നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വലിയവനായ ദൈവം. യെശയ്യാപ്രവചന പുസ്തകം 43 പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കിടന്നാലും തീയിൽ കിടന്നാലും ബന്ധു പോവുകയില്ല. February 12:29 പറഞ്ഞ് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ഹല്ലേലൂയ. ഇന്ന് മകൾക്ക് നിന്നെ ആർക്കും തൊടാൻ പറ്റുകയില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. അതിന് മാറുന്നവന് സർപ്പം കൊത്തുമെന്ന് കേട്ടിട്ടുണ്ടോ? സഭാപ്രസംഗി 10:7-10 വായിച്ച സഭ എന്ന സഭയിലുള്ളവരെയും ദൈവമക്കളെയും ഈ അതിന് മാറുന്നില്ലേ, കല്ലെടുത്ത് മാറ്റുന്നില്ലേ, പാമ്പ് കൊത്തുവന്ന അവൻ കൊത്തിൽ മരിച്ചു പോകും. അല്ലേ? നീ തൊടാൻ പോകണ്ട. നിനക്ക് വേണ്ടി തൊടാൻ വേണ്ടി ചില സർപ്പങ്ങൾ വെച്ചിരിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. നീ പോകണ്ട, നീ ഒന്നും പ്രതികരിക്കണ്ട. നീ ക്രിസ്തുവിന്റെ സ്വോത്രം ഒരു പടയാളിയാണെങ്കിൽ നിനക്ക് വേണ്ടി ആ യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാര് കാറ്റിനെ കണ്ട് ഭയന്ന് പേടിച്ച് വരും. ഞങ്ങളും കടലിൽ കാറ്റ് വരുമ്പോൾ പേടിച്ച് കടലിൽ അധ്വാനിച്ച് കാറ്റും മഴയും കോളും എല്ലാം ആന പോലും ഉണ്ട് കടലിൽ. അല്ലല്ലോ, എല്ലാം കപ്പൽ പോലും ഉണ്ട്. എല്ലാം കൊണ്ട് പേടിച്ചിരിക്കുമ്പോ അവിടെ നിന്ന് കർത്താവരെ പൊക്കിയെടുത്തത്. ഹല്ലേലൂയ. അതേപോലെ പത്രോസ് വെള്ളത്തിന് മേൽ ആ കാറ്റും കോളും കണ്ട് പേടിച്ച് വിറച്ചപ്പോൾ സ്വോത്രം കർത്താവ് ഹല്ലേലൂയ സ്വോത്രം എഴുന്നേറ്റ് സ്വോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ചുഴലിക്കാറ്റ്. അങ്ങനെ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടതാ. കാറ്റെന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടത്. കടലിൽ കിടക്കുമ്പോൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി കൊടുങ്കാറ്റ് സ്വോത്രം വെള്ളത്തെ പൊക്കിക്കൊണ്ടുവരിക. സ്വോത്രം ഒരു കപ്പൽ പോലെ, വെള്ള കപ്പൽ പോലെ കാണുക. അടുത്ത് എത്താറായപ്പോൾ പ്രകൃതി മാറുന്നു. ഹല്ലേലൂയ. ചില പ്രകൃതി മാറാൻ പോകുന്നു. ഞാൻ സങ്കീർത്തനം വായിച്ചു 104 കാറ്റ് അതിന്റെ ദൂതന്മാരെന്ന്. അതിന് പേടിയില്ല. ഹല്ലേലൂയ. കാറ്റ് അതിനും പഠിക്കണം. കാറ്റ് ചുഴലിക്കാറ്റ് വരെയാണ്. അപ്പം ദൈവം തന്ന വചനമാണ്. കാറ്റ് അതിന്റെ ദൂതന്മാര്, അഗ്നി അതിന്റെ ശുശ്രൂഷക്കാരന്മാരാക്കി ദൈവം. ഹല്ലേലൂയ. ഈ വചനം ഷെയർ ചെയ്യുന്നവൻ അഗ്നി പോലെ നിൽക്കും. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? യോഹന്നാൻ 3:30 പറഞ്ഞു. യോഹന്നാൻ പറയാണ്, യേശുവിനെ സഹനപ്പെട്ട് യോഹന്നാൻ പറയും. നമ്മളാരും സഹനപ്പെട്ടില്ലല്ലോ. യേശുവിനെ സഹനപ്പെട്ട് യോഹന്നാൻ പറയാണ്, ഞാനോ കുറയണം, ക്രിസ്തു വളരണം. ഹല്ലേലൂയ. ഇത് കണ്ടവൻ കർത്താവ് അവന്റെ മുമ്പിൽ കുനിഞ്ഞു കൊടുത്തു. എനിക്ക് നിന്നെ മനസ്സിലായി ഏട്ടാ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഈ യോഹന്നാൻ സ്ഥാനപ്പെടുത്തുമ്പോൾ പറയാണ്, ഞാൻ കുറയണം, എന്നിൽ യേശു വളരണം. നമ്മൾ ആരെങ്കിലും പദം ഉപയോഗിക്കുന്നുണ്ടോ? സ്വതന്ത്രം. ഞാൻ കുറയാണെങ്കിൽ ദൈവം ചില പ്രവൃത്തി അയക്കാൻ പോകുന്നു. ദൈവം അസാധാരണ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. സ്വതന്ത്രം. യോർദാൻ വെള്ളം കണ്ടത് വറ്റിച്ചു. എങ്ങനെ? 3:5 പറയുമ്പോൾ അത് ശുദ്ധീകരണം, 5:1 പറയുമ്പോൾ അതിലെ യോർദാൻ വെള്ളം വറ്റി. 1:5 പറയുന്നത് വറ്റിച്ച് ദൈവം കളഞ്ഞപ്പോൾ എതിരാളികൾ നിന്നെ കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴം. ഈ ദൈവം നിന്റെ ദൈവമാണ്. നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്നെ കരം പിടിച്ച് നടക്കുകയാണ്. നിനക്ക് അറിയുന്നില്ല. നിന്നെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അമ്മയും അപ്പൻ യോഗ സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ 103:13. സ്തോത്രം
സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പന് മക്കളുടെ കരുണ തോന്നുന്ന പോലെ ഒരു അപ്പന് മക്കളുടെ കരുണ തോന്നില്ലേ, അതുപോലെ ഞാൻ നിങ്ങളുടെ കരുണ തോന്നുന്നു. സങ്കീർത്തനം 27:10 എൻ്റെ അപ്പനെ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ച് എങ്കിൽ യഹോവേ നീ എൻ്റെ അടുക്കലുണ്ട്, എന്നെ അടച്ചു പിടിക്കുന്നു. ഹല്ലേലൂയ. സ്വതന്ത്രം. മലാക്കി 3:16 യഹോവ തമ്മിൽ സംസാരിക്കും. യഹോവ ശ്രദ്ധിച്ച് കേട്ടെന്ന്. ഇന്നത്തെ ഈ പ്രാർത്ഥനയില്, ഇന്നത്തെ വചനവാചനയില് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നിന്നെ ഒന്ന് കാണുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രതിഫലം തരാൻ പോകുന്നു. ദൈവത്തിനെ വിടുകയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഇറങ്ങിത്തിരിഞ്ഞ നാളെ പോലെ പറയാൻ ഒന്നുമില്ല. ഇറങ്ങി തിരിച്ചു കർത്താവിന്റെ വേല ചെയ്തു. ഇന്ന് എന്നെ മാനിച്ചു. ഹല്ലേലൂയ. വിദ്യാഭ്യാസമില്ലാത്ത എന്റെ ഭാര്യയ്ക്ക് ബാങ്കിൽ ജോലി കിട്ടി. സ്വതന്ത്രം. ഒരു വസ്ത്രം ധരിക്കാൻ അറിയാവുന്നതിന് വീട് മുഴുവൻ വസ്ത്രമാണ്. സ്വതന്ത്രം. ഒരു വീടില്ലാതെ അല്ലെങ്കിൽ 2 വീട് ദൈവം തന്നു. സ്വതന്ത്രം. വേല ചെയ്ത ബാക്കിലും തട്ടി പൈസ തന്നിട്ട് പോവുകയാണ്. ഫ്രണ്ട് കാണുമില്ല. ഫ്രണ്ട് കാണാൻ ആർക്കും പറ്റുന്നില്ല. ബാക്കിൽ വന്ന് വണ്ടി നേരത്തെ തട്ടിക്കെടുത്ത് പൈസ തരികയാണ്. സ്വതന്ത്രം. 1 ശമൂവേൽ പുസ്തകം 2:30 എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിനോട് എന്തെങ്കിലും ചെയ്ത നിന്നെ ആദരിക്കും, നിന്നെ മാനിക്കും, നിന്നെ സഹായിക്കും. സ്വതന്ത്രം. ഇതിനപ്പുറം വലിയ പറയാനുണ്ടാകളെ. അക്കായ പ്രവാചക പുസ്തകം 2:19 പറഞ്ഞ് സ്വതന്ത്രം പറയുന്നത്. ഹല്ലേലൂയ. ശാപത്തിന്റെ വാക്ക് പറയരുത്. ഇന്നും വരെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. സംഖ്യാപുസ്തകം 6:24 ഞാൻ നിന്നെ അനുഗ്രഹിച്ച് സ്വതന്ത്രം കാക്കുമാറാകുന്നു. യഹോവയുടെ തിരുമുഖത്തിന്റെ മേൽ പ്രകാശിക്കുന്നു. വെളിപ്പാട് 3:8 ഒരു അല്പമേ ശക്തിയുണ്ട്. എന്റെ വചനം കാത്ത് ഭൂമിയിൽ വസിക്കുന്നതിനെ പരീക്ഷിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കാക്കും. കാത്തില്ലേ? അല്ലേലും സൂക്ഷിച്ചില്ലേ? മക്കളെ സൂക്ഷിച്ചില്ലേ? ഇവിടെ സുനാമി പോലെ വെള്ളം വന്ന് മനുഷ്യനെ നഷ്ടപ്പെടുത്തുമ്പോൾ സ്വതന്ത്രം യോബിന്റെ പുസ്തകം 38:10 നിനക്ക് ഇവിടം വരെ വരാവൂ, ഇത് കടക്കരുത്, ഞാൻ നിനക്ക് പൂട്ട് താക്കോൽ എടുത്തിരിക്കുകയാണ്. സ്വതന്ത്രം. അല്ലല്ലോ കടലോട് സമുദ്രത്തോടെ കർത്താവ് പറയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളായി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രാർത്ഥിക്കണം പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശത്തെ ശക്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ